ഇഷ്ടദൈവങ്ങളും ഗായത്രി മന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓരോ ദേവതകൾക്കും ഗായത്രി മന്ത്രമുണ്ട്. ഗായത്രി മന്ത്രം എന്നാൽ മന്ത്രങ്ങളുടെ മാതാവാണ്. പ്രധാന ദേവതയായ സാവിത്രി ദേവിയുടെ ഗായത്രി മന്ത്രം കൂടാതെ നമ്മുടെ ഓരോ ഇഷ്ടദേവന്മാർക്കും പ്രത്യേകം ഗായത്രി മന്ത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ മന്ത്രങ്ങൾ ജപിക്കുക വഴി ആ ദേവതമാരുടെ സവിശേഷമായ അനുഗ്രഹം നമുക്ക് വേഗത്തിൽ ലഭിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ദേവതാ ഗായത്രി മന്ത്രങ്ങളെക്കുറിച്ചും അവ ജീവിത വിജയത്തിനായി എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. ഏത് മന്ത്രവും ജപിക്കുന്നതിന് മുൻപ് 3 തവണ മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിക്കണം. അത് ഇരട്ടി ഫലം നൽകും. ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഭൂർ ഭുവസ്വഹ തത്സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. അതിനർത്ഥം ഇതാണ്: ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നതാണ് അതിനർത്ഥം. ഏത് മന്ത്രവും ജപിക്കുന്നതിന് മുൻപ് ഈ ഗായത്രി മന്ത്രം 3 തവണ ജപിച്ചതിന് ശേഷം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇരട്ടി ഫലം നൽകുന്നതാണ്. ആദ്യമായി നമുക്ക് നോക്കാം, ശിവഗായത്രി മന്ത്രം നോക്കാം. മാനസിക സമാധാനത്തിനും ആയുസ്സിനും ഉത്തമമാണ് ശിവഗായത്രി മന്ത്രം അഥവാ രുദ്രഗായത്രി മന്ത്രം എന്നും പറയാറുണ്ട്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ശിവഗായത്രി മന്ത്രമാണ്. അഭീഷ്ടസിദ്ധിയും മനഃശാന്തിയും നമുക്ക് പ്രദാനം ചെയ്യും. ഏകാഗ്രതയോടെ, തികഞ്ഞ വിശ്വാസത്തോടെ, ഭക്തിയോടെ, നിഷ്ഠയോടെ ജപിച്ചാൽ അത്ഭുതകരമായ ഫലം ആർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും. ബുദ്ധിശക്തിയും അറിവും വിവേകവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദേവാദിദേവനായ ഉത്തമ പുരുഷനായ മഹാദേവനോട് രുദ്രഗായത്രി മന്ത്രത്തിൽ അപേക്ഷിക്കുകയാണ് നമ്മളിവിടെ. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പ്രദോഷ ദിനങ്ങളിലെല്ലാം ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വിഷ്ണു ഗായത്രി മന്ത്രമാണ്. കുടുംബ ഐശ്വര്യത്തിനും സമ്പത്തും സർവ്വ ഐശ്വര്യവും തടസ്സങ്ങളൊന്നും കൂടാതെ ജീവിത വിജയവും ഉണ്ടാകുന്നതിന് വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാം. വിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഏത് കാര്യത്തിനും ആശ്രയിക്കാവുന്ന ദേവാദിദേവനാണ് മഹാവിഷ്ണു ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാൻ നാരായണനാകുന്നത്. ഭഗവാന്റെ കയ്യിലെ സുദർശനം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെ ആശ്രയിച്ചാൽ ഏത് കാര്യവും സാധിക്കും. എല്ലാ ഐശ്വര്യവും ലഭിക്കുന്നതിന് വിഷ്ണു ഗായത്രി മന്ത്രം തികഞ്ഞ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ജപിക്കാവുന്നതാണ്. അടുത്തത് ഗണേശ ഗായത്രി മന്ത്രമാണ്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുൻപും വിഘ്നങ്ങൾ മാറാൻ ഗണേശ ഗായത്രി ജപിക്കുന്നത് ഉത്തമമാണ്. ഗണേശ ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ജീവിതത്തിലും തൊഴിലിലും വരുന്ന എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിനും ബുദ്ധിയും വിവേകവും നൽകുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും സകല കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. ഗണേശ ഗായത്രി മന്ത്രം. അടുത്തത് ലക്ഷ്മി ഗായത്രി മന്ത്രമാണ്. ധനാഭിവൃദ്ധിക്ക് ഏറെ ശ്രേഷ്ഠമാണ് ലക്ഷ്മി ഗായത്രി മന്ത്രം. ഓം മഹാലക്ഷ്മിയച്ച വിദ്മഹേ വിഷ്ണു പത്നിയച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ലക്ഷ്മി ഗായത്രി മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. സമ്പത്തും സകല സൗഭാഗ്യങ്ങളും വന്നു ചേരും. അടുത്തത് ചൊവ്വാദോഷ പരിഹാരത്തിനും ധൈര്യത്തിനും സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം നിത്യവും ജപിക്കാം. ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്കും കുടുംബത്തിനും ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഇതാണ്: സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും നിത്യവും ജപിക്കാം. ഈ മന്ത്രങ്ങൾ വെറുതെ ചൊല്ലിയാൽ പോരാ, അത് ജപിക്കേണ്ടതിന് ചില സവിശേഷ രീതികളുണ്ട്. രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് രാവിലെ ജപിക്കാവുന്നതാണ്. സന്ധ്യയ്ക്കും ജപിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ജപിക്കുന്നവരുമുണ്ട്, അതിലും തെറ്റില്ല. എന്നിരുന്നാലും പുലർച്ചെ ജപിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. രാവിലെയാണെങ്കിൽ കിഴക്കോട്ടും, ഉച്ചയ്ക്കാണെങ്കിൽ വടക്കോട്ടും, വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരീരശുദ്ധിയും മനസ്സിൻ്റെ ഏകാഗ്രതയുമാണ് വളരെ പ്രധാനം. നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലിരുന്ന് പോസിറ്റീവ് എനർജിയോടുകൂടി ജപിക്കുക. സാധാരണയായി 9 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 108 തവണ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഭക്തിയോടെ കൃത്യമായ ഉച്ചാരണത്തോടെയും വേണം മന്ത്രങ്ങൾ ചൊല്ലാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പോസിറ്റീവ് ഊർജ്ജവും കൊണ്ടുവരുന്നതാണ്. ആദ്യം മൂലഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷം ഇഷ്ടദേവതയുടെ ഗായത്രി മന്ത്രം ജപിക്കുക.
അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.